നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗവർണർ എന്ന് കേട്ടാൽ കലിയിളകുകയാണ് ഇപ്പോൾ CPM-കാർക്കും കുട്ടി സഖാക്കന്മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം. ഏതായാലും ഗവർണർ ആരാണെന്നുള്ളത് പ്രശ്നമല്ല. ഇപ്പോൾ വിവാദമാകുന്നത് ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച ഒരു യുവാവിനെ പറ്റിയുള്ള വാർത്തയാണ്. ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച CPM നേതാവിന്റെ മകനെ അത് അറിഞ്ഞപ്പോൾ തന്നെ പിഴ മാത്രം നൽകി വിട്ടയക്കുകയായിരുന്നു പോലീസ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വാഹന വ്യൂഹത്തിലേക്കാണ് കാർ ഓടിച്ചു കയറ്റിയ CPM നേതാവിന്റെ മകനിൽ നിന്നും പിഴ മാത്രം ഈടാക്കി പോലീസ് വിട്ടയച്ച വാർത്ത പുറത്തു വരുന്നത്. സംഭവ സമയത്ത് കാറും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പിന്നീട് ജില്ലയിലെ ഉന്നത CPM നേതാവിന്റെ മകനാണെന്നറിഞ്ഞപ്പോൾ വിട്ടയക്കുകയായിരുന്നു. VVIPയുടെ വാഹന വ്യൂഹത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ചതിന് യുവാവിൽ നിന്നും 1000 രൂപ മാത്രം പിഴ ഈടാക്കിയാണ് വിട്ടയച്ചത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് സമീപം രാത്രിയോടെയാണ് സംഭവം. മാറാട് അയ്യപ്പ ഭക്ത സംഘം ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്തായിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായത്. സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് യുവാവ് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഗവർണർക്ക് അകമ്പടി പോകുന്ന പോലീസുകാർ 2 തവണ യുവാവിനെ വിലക്കിയിട്ടും അത് അനുസരിക്കാതെയാണ് യുവാവ് വാഹനം ഓടിച്ചു കയറ്റിയതെന്ന് ഗവർണറുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ടും നൽകി കഴിഞ്ഞു. നേരത്തെയും നമ്മൾ കണ്ടതാണ്, ഇത്തരത്തിൽ യാതൊരു മര്യാദയുമില്ലാതെ പ്രവർത്തിക്കുന്ന ചിലരെ നമ്മൾ കണ്ടതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ആദ്യം കണ്ടത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയായിരുന്നു. ആര്യ രാജേന്ദ്രനാണ് പണ്ട് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക്, ആ വാഹനത്തിന്റെ ഇടയിലേക്ക് തന്റെ വാഹനം കടത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് വലിയ വിവാദവും വാർത്തയും ഒക്കെ ആയിരുന്നു. തനിക്ക് അറിയില്ല എന്നായിരുന്നു അന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. ഏതായാലും അതുപോലെ തന്നെ ഇപ്പൊ CPM നേതാവിന്റെ മകൻ 2 തവണ വിലക്കിയപ്പോഴും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കേസെടുക്കേണ്ടതാണ്. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. എന്നാൽ അതൊന്നും അന്വേഷിക്കാതെ പിഴ ചുമത്തിക്കൊണ്ട് മാത്രം വിട്ടയക്കുകയായിരുന്നു. പ്രത്യേകിച്ച് BJP-കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം, പല BJP നേതാക്കന്മാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. പലരും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസനെ പോലുള്ളവർ കൊല്ലപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ BJP നേതാക്കന്മാരുടെ വാഹന വ്യൂഹത്തിലേക്ക് അടക്കം വാഹനം ഓടിച്ചു കയറ്റുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് CPM നേതാവിന്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ പിഴ നൽകിക്കൊണ്ട്, പിഴ ഈടാക്കിക്കൊണ്ട് വിട്ടയക്കുന്ന രീതി ഉണ്ടായത്. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. CPM നേതാക്കന്മാരുടെ മകനാണെങ്കിൽ അല്ലെങ്കിൽ മകളാണെങ്കിൽ എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ലോ ആൻഡ് ഓർഡർ അത്രയേറെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ചിലർക്ക് മാത്രം എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ വാർത്തയായിരിക്കുകയാണ് ഈ സംഭവം. ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയിട്ടും അത് ഒന്നും അറിയിക്കാതെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. CPM നേതാവിന്റെ മകനാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാറ് പോലും കസ്റ്റഡിയിലെടുക്കാതെ, കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ പിഴ മാത്രം ഈടാക്കിക്കൊണ്ട് വിട്ടയക്കുന്ന രീതിയാണ് കണ്ടത്.